റിയാദിൽ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയുടെ OSSC സെക്രട്ടറി അൻസാർഭായി നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷന് ആവേശം പകരാനാണ് അദ്ദേഹം റിയാദിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ പെട്ടിമല് ഒട്ടിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പൊന്നാനി താനൂർ നിയോജകമണ്ഡല സ്ഥാനാർത്ഥികളുടെ പോസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ UDF നയിക്കുന്ന ഷാഫി പറമ്പില് നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാവരുടെ പോസ്റ്റും മുമ്പ് പെട്ടിമല് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു LDF-ാണ്. LDF ശക്തമായി കൂടിയാണ്. പക്ഷെ എന്റെ നല്ല സുഹൃത്തുക്കളാണ് ബന്ധുക്കളാവുന്നതാണ്. പൊന്നാനി നോക്കോ കേരളം നോക്കോ എന്താണ് ഇപ്രാവശ്യം കേരളം UDF ഭരിക്കുമ്പോൾ അതിലൊരു സീറ്റ് പൊന്നാനി ആയിരിക്കും. പൊന്നാനിയിൽ പാർട്ടി ഇപ്പോ സഖാക്കൾ വരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് സഖാക്കൾ ഒരിക്കലും പൊന്നാനി ഭാഗം കേരളം ഭാഗം ആഗ്രഹിക്കില്ല. ഭരണം ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ പൊന്നാനിൽ സാധാരണ സഖാക്കള് അവിടെ നൗഷാദിക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ആവേശം നിലനിൽക്കട്ടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ഇലക്ഷൻ നടത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഭരണം കിട്ടാനും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഭരണത്തിൽ തുടർച്ചയും കഴിയട്ടേന്ന് ആത്മാർത്ഥമായിട്ട് നിലകൊള്ളുന്നത്. പോയി ഇത് നമ്മുടെ എന്താ പറയുന്നത് പൊന്നാനി അതുപോലെ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണ്. അതിൽ പൊന്നാനി ഉണ്ടാവും. UDF പ്രാവശ്യം അധികാരത്തിൽ വരും. പൊന്നാനിയിലെ നൗഷാദ് അലിയുടെ വിജയം ടീമിനുള്ള ഒരു വിജയം കൂടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും DM നിൽക്കുകയാണെങ്കിൽ മത്സരം നേരെ തിരിച്ചാവും. ഞാനൊരു ലീഗുകാരനെ KCC സെക്രട്ടറിയാണ്. പക്ഷേ DM ആണെങ്കിൽ നേരെ തിരിച്ചാവാനും ചാൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും അതേപോലെ സ്ഥാനാർത്ഥി നിർത്താത്തതിന്റെ അവിടുത്തെ ഒരു ഗുണമായിട്ട് അരീക്കോട്ട് തന്നെ നൗഷാദ് അലി 3 കൊല്ലത്തോളമായി പൊന്നാനിയിൽ നിന്ന് പൊന്നാനിയുടെ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പൊന്നാനി വരുന്ന വരത്തൻ തന്നെ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ മുന്നോട്ട് വന്നുള്ള സ്ഥാനാർത്ഥികളൊക്കെ LDF-ന്റെ വരുത്തന്മാരല്ലേ. അതെന്താണ് ഇവരെ ഇപ്പൊ മറന്നുപോയോ? അതുകൂടി ഈ വേളയിൽ ഞാൻ പറയാം. ജോലി ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രസിഡന്റ് പെട്ടി വളരെയധികം കളർഫുള്ളായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറണം. അതിന്റെ ഭാഗമായിട്ട് കേരള നേതൃത്വം പ്രവാസികൾ എന്നുണ്ടാവും. അതിന്റെ ഒരു ശക്തമായ തെളിവാണ് ഈ കാണുന്നത്. ഇലക്ഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രവാസികൾക്ക് പറഞ്ഞൊരു ആവേശമാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മലയാളം പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോകാൻ പറ്റാത്തവരുടെ പ്രതിനിധിയായിട്ട് ഇടാൻ സാധ്യതകളാണ്. നേരെ പ്രചാരണത്തിലാണ് നൗഷാദ് അലിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ പോകണം. വീട്ടിൽ തന്നെ പോകുന്നത്. അത്രയും ഇതായിട്ടാണ് ആളുകൾക്ക് പോകുന്നത്.